സുവർണകഥകളിൽ ഇന്ന് മിനി PC എഴുതിയ യക്ഷിത്താര. അരിപ്പൂ പോലെ നിലാവ് നക്ഷത്രങ്ങൾക്കിടയിലൂടെ കപ്പേളയുടെ മാർബിൾ മുറ്റത്തേക്ക് ഊർന്നിറങ്ങുന്നതും ചെറുമേഘത്തുണ്ടുകൾക്കുമീതെ അമ്പിളി തെന്നി നീങ്ങുന്നതും നോക്കി കപ്പേളയുടെ പുറം കെട്ടിൽ സാലിയിരുന്നു. അമലോദ്ഭവ മാതാവിൻ്റെ ഡമ്മി പ്രതിമയ്ക്ക് അവളുടെ ഇരിപ്പുകണ്ട് ചെറിയൊരു കുസൃതി തോന്നി. ഇന്നെന്തുവാ സാലി, നേരത്തെ കറക്കമൊക്കെ തീർത്തോ? സാലി ഉഷാറില്ലാതെ ഓവെന്ന് തലയിളക്കി. ഓ, എന്തു പറയാനാ, 10 മണിക്ക് ശേഷം ആരും ഈ വഴി വരുന്നില്ലല്ലോ. അവൾ മടുപ്പോടെ വീണ്ടും മാർബിൾ തറയിൽ പ്രതിബിംബിക്കുന്ന ആകാശവും നോക്കി ഒരു ശോകഗാനം മൂളി. അതു കേട്ട് ഡമ്മി മാതാവിന് സഹതാപം തോന്നി. 2 വർഷം മുൻപ് കള്ളൻ അന്ത്രയോസ് കപ്പേളയിലുണ്ടായിരുന്ന അമലോത്ഭവ മാതാവിൻ്റെ പഞ്ചലോഹ പ്രതിമ മോഷ്ടിച്ച് പകരം ഈ ഡമ്മിയെ കൊണ്ടുവച്ച അന്നു മുതൽ ഇരുവരും വലിയ ചങ്ങാത്തത്തിലാണ്. ആരെങ്കിലും വരുമെന്നേ? ഏയ്, ഇനി ആരും വരില്ല. സാലി നിരാശപ്പെട്ടു. അല്ലെങ്കിലും വന്നിട്ടെന്ത് കാര്യം? ചുമ്മാ പേടിപ്പിച്ച് പണ്ടാറടക്കത്തല്ലേ ഉള്ളൂ. നിനക്ക് ചോര കുടിക്കാൻ താല്പര്യമില്ലല്ലോ. മാതാവ് പരിഹസിച്ചു. ആ, നിങ്ങൾക്കങ്ങനെ പറയാം. ഇപ്പോഴത്തെ പിള്ളേരുടെ ചോര കുടിക്കുന്നതിലും നല്ലത് പട്ടിണി കിടക്കുന്നതാ. കൂമുള്ളു ഭാരതി ചേച്ചി MDMAയും കൊക്കൈനും ഉള്ളിച്ചെന്ന് കിറുങ്ങി കിടക്കുന്നത് കണ്ടില്ലേ? പിന്നെ കോവിഡിന് ശേഷം മനുഷ്യരുടെ ചോരയ്ക്ക് ഒരു തരം മുശുക്ക് സ്വാദാ. ആ വാക്സിൻ്റെ ആയിരിക്കും. കുറച്ചു നാൾ മുമ്പ് കുടിച്ച രക്തത്തിൻ്റെ സ്വാദ് നാവിലെത്തിയെന്നോണം സാലിക്ക് ഓക്കാനം വന്നു. ഇങ്ങനെ രുചിയും നോക്കിയിരുന്നാലേ ഭാരതി ചേച്ചിക്ക് ശേഷം ആ സ്ഥാനത്ത് വേറെ വല്ലോരും വരും. നീ അവിടെ വരണമെന്നാ എൻ്റെ ആഗ്രഹം, മാതാവ് വാത്സല്യത്തോടെ ഉപദേശിച്ചു. കൂമുള്ളു ഭാരതി ചേച്ചിയെ ചുറ്റിപ്പറ്റിയുള്ള മാതാവിൻ്റെ ആശങ്ക അസ്ഥാനത്തുള്ളതല്ലെന്ന് സാലിക്കറിയാം. ഭാരതി ചേച്ചിക്ക് ദൂരെ യക്ഷിലോകത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. മുന്നോടി എന്നോണം അവരുടെ പഴയ ചൊടിയും മിടുക്കും അസ്തമിച്ചു തുടങ്ങി. 90കളുടെ HIV ഉള്ളവരുടെ അടക്കം രക്തം കുടിച്ച് ആരോഗ്യം ക്ഷയിച്ച് ഒരുമാതിരി വേരിൻ്റെ ഇടയിലൂടെ വലിച്ചെടുത്ത മട്ടായി. യുവരക്തത്തിലുള്ള മയക്കുമരുന്നിൻ്റെ അംശവും കൂടി ആയതോടെ തളർച്ചയും ഓർമ്മക്കുറവും വന്നിട്ടുണ്ട്. ഈയിടെ ഒരു IT-കാരൻ പയ്യൻ്റെ കഴുത്തിൽ പല്ലമർത്തിയ നേരത്താണ് ടക്കേന്ന് അവരുടെ ഓർമ്മ പോയത്. അതോടെ ചോരക്കാര്യം മറന്ന് നിനക്ക് ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ പാട്ടുകൾ അറിയാമോ എന്നായി. ചെറുക്കൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അറിയാം. എങ്കി പാടടാ. ചെറുക്കൻ സുന്ദരമായി പാടി. പാട്ട് പുലരും വരെ നീണ്ടു. അതാണ് ഭാരതി ചേച്ചിയുടെ അവസ്ഥ. സാലിയും മാതാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കവലയിൽ ഒരു കാർ വന്നു നിന്നത്. ആരാടിയത്? മാതാവ് ആകാംക്ഷയോടെ തിരക്കി. സാലി എഴുന്നേറ്റ് നോക്കി. വന്നയാൾ കാറിനകത്തിരുന്ന് പരുങ്ങുന്നതും ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങി ചുറ്റും നോക്കുന്നതും കണ്ടു. ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു. പോയി നോക്ക്. ആ, നോക്കട്ടെ. സാലി അരികെ വെച്ചിരുന്ന ബിഗ് ഷോപ്പറും തൂക്കി കവലയിലേക്ക് ചെന്നു. ഷോപ്പറും തൂക്കിയുള്ള സാലിയുടെ വരവ് കണ്ട് കാറുകാരൻ വിളക്കുകാലിനടുത്തേക്ക് നീങ്ങി നിന്നു. നോട്ടം കൂട്ടിമുട്ടിയപ്പോൾ അവൾക്ക് ആളെ പിടികിട്ടി. എന്നെ മനസ്സിലായില്ലേ അനക്സ് മോനെ? സാലി ഷോപ്പർ താഴെ വെച്ച് മുന്നിൽ നിൽക്കുന്ന 6 അടി പൊക്കമുള്ള പുരുഷനെ കണ്ണിമയ്ക്കാതെ നോക്കി. കണ്ണൂത്ത് കവലയിലുള്ള പൊയ്ക്കാട്ടിൽ ഫിലിപ്പുസാറിൻ്റെ പെങ്ങളുടെ മകൻ അനക്സ് ആണ്. ഫിലിപ്പുസാറിൻ്റെ സ്ഥിരം പണിക്കാരായിരുന്നു സാലിയുടെ അപ്പനമ്മമാർ. കൊച്ചുനാളിൽ ഒരുമിച്ച് ലൈബ്രറിയിൽ പോയതും സ്നേഹസേനയും പൂമ്പാറ്റയുമൊക്കെ പങ്കിട്ടു വായിച്ചതും ഓർത്തപ്പോൾ സാലിയുടെ മുഖം പോത്തിരി പോലെ കത്തി. നിറയെ കല്ലുകൾ പതിപ്പിച്ച കമ്മലും കഴുത്തിലെ കല്ലുമാലയും ചേർന്ന് തിളക്കം വിതറുന്ന അവളുടെ ഇരുണ്ട തൂലിപ്പൂവ് പോലെയുള്ള മുഖത്തേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. നിറയെ പീലികളുള്ള തീരെ ചെറിയ കണ്ണുകളിൽ നോട്ടം മുറുകിയിട്ടും അയാൾക്ക് ആളെ മനസ്സിലായില്ല. ആരാ? ഞാനാ അനക്സ് മോനെ, പൂതക്കുഴലി സാലി. അവൾ കോമ്പലുകൾ ഒളിപ്പിച്ച് പുഞ്ചിരിച്ചു. എടീ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവാനാ? 10-20 വർഷമെങ്കിലും കഴിഞ്ഞു കാണില്ലേ? അനക്സ് പണ്ടത്തെ നിക്കറിട്ട ചെറുക്കനെ പോലെ അവളെ സാഗോദം നോക്കി നിന്നു. 20 അല്ല 25, സാലി തിരുത്തി. അത്രയും കാലമായോ?
ഇന്നലെ ഇതിലെയൊക്കെ ഒരുമിച്ചു നടന്നതുപോലെ. അനക്സ് പഴയപടി തൂവെള്ളപ്പല്ലും അല്പം പൊങ്ങിയ മോണയും കാണിച്ച് ചിരിച്ചു. അനക്സിന് ഒരു മാറ്റവുമില്ല, ആ വർത്താനത്തിനു പോലും. നീ വന്നത് നന്നായി. അമ്മാച്ചന്റെ വീട്ടിലോട്ടുള്ള വഴിയറിയാതെ നിൽക്കുവായിരുന്നു. പണ്ടിവിടെ ഒരു വഴിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 3 വഴി. പണ്ടായിരുന്നെങ്കിൽ കടത്തിണ്ണയിൽ സിൽക്കമ്മായിയും പറ്റുകാരും പ്രാന്തൻ മണിച്ചേട്ടനുമൊക്കെ കാണുമായിരുന്നല്ലോ. വാ, വന്ന് കാറിൽ കയറ്, ഒരുമിച്ചു പോകാം, അനക്സ് ക്ഷണിച്ചു. ചെറുപ്പത്തിൽ മുടിഞ്ഞ യുക്തിവാദിയായിരുന്നു അനക്സ്. അടുത്ത കൂട്ടുകാരനായിരുന്നെങ്കിലും സാലി തെറ്റിയിട്ടുള്ളത് അക്കാര്യത്തിൽ മാത്രമാണ്. നിന്നെ ഇന്ന് പേടിയുടെ 17ാം നരകത്തിൽ എത്തിച്ചിട്ടു തന്നെ കാര്യം, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തോടെ അവൾ കാറിൽ കയറി. ഈ 3 വഴികൾ വന്നിട്ടുണ്ടെന്നല്ലാതെ കൊച്ചങ്ങാടിക്ക് വലിയ മാറ്റമൊന്നുമില്ല. പുരയിടങ്ങളെല്ലാം മരങ്ങൾ തിങ്ങി കാടുപിടിച്ച് ഒരു പുരോഗതിയുമില്ലല്ലോടി. കൊച്ചങ്ങാടി കവലയോടുള്ള അതൃപ്തി മുഴുവനും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, സാലി പരിഭവിച്ചു. ഈ നേരത്ത് നിന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കപ്പേലയുടെ അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോ സിൽക്കമ്മായിയെ പോലെ ആരെങ്കിലും ആകുമെന്നോർത്തു. അല്ല, ഈ നേരത്ത് നീ എന്താ ഇവിടെ? അനക്സിന്റെ ചോദ്യം അവൾ വ്യക്തമായി കേട്ടില്ല. ഓർമ്മകളുടെ ഒരു തിര വന്ന് പഴയ കാലത്തേക്ക് അവളെ കൊണ്ടുപോയിരുന്നു. അമ്മ വീട്ടിലായിരുന്നു അനക്സ് ജനിച്ചതും വളർന്നതും. പപ്പയും മമ്മിയും ഗൾഫിലായിരുന്നതുകൊണ്ട് മക്കളില്ലാത്ത ഫിലിപ്പമ്മാച്ചനും അമ്മായിയും സ്വന്തം മോനെ പോലെ സ്നേഹിച്ചും ശാസിച്ചുമാണ് അവനെ വളർത്തിയത്. വളരെ ശാന്തനായ ഒരു കുട്ടിയായിരുന്നു അനക്സ്. ആ പ്രദേശത്തെ വീടുകളിൽ കുട്ടികളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ഒഴിവുനേരങ്ങളിൽ വായന മാത്രമായിരുന്നു ശരണം. കൊച്ചങ്ങാടിയിൽ ഒരു കൊച്ചു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ നിന്നും പുസ്തകമെടുത്തു വായിക്കും. ഫിലിപ്പമ്മാച്ചന്റെ വീട്ടിൽ നിന്നും കൊച്ചങ്ങാടിയിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ യാത്രയുടെ ഒത്ത നടുക്കാണ് പൂതക്കുഴി പാറ. ഭയജനകമായ ഒരുപാട് കഥകളുള്ള ഇടമാണത്. പാറകളും കൂമുള്ളു കാടുകളും മുളങ്കൂട്ടങ്ങളും വയസ്സൻ മരങ്ങളും വിഷപ്പാമ്പുകളുമുള്ള ഒരിടം. ചിലപ്പോൾ മുളങ്കൂട്ടങ്ങളിൽ നിന്നും ഭ്രാന്തു പിടിച്ചു വരുന്ന ഒരുതരം കാറ്റ് കൂമുള്ളു കാടുകളിലേക്ക് പടർന്ന് കുന്തം പോലെ കൂർത്ത കൂമുള്ളുകളെ തമ്മിൽ കൂട്ടിയുരസും. ആ ഉരസലിന് ചിലപ്പോൾ വികാരമൂർച്ചയിലുള്ള ശീൽക്കാര ശബ്ദമായിരിക്കും, ചിലപ്പോൾ അലറിക്കരച്ചിലിൻ്റെ. അതിനു പശ്ചാത്തല സംഗീതമെന്നോണം പാറക്കുഴികളിൽ നിന്നും പറന്നുപോകുന്ന കടവാവലുകളുടെ ചിറകടിയും വിചിത്ര ജീവികളുടെ അലർച്ചയും കേൾക്കാം. പാറപ്പുറത്താണ് സാലിയുടെ വീട്. വീടെന്ന് വെച്ചാൽ വലിയ കൂമുള്ളു പടർപ്പിനു നടുവിൽ മണ്ണ് കുഴിച്ചുവെച്ചുണ്ടാക്കിയ ചുവരുകളും തകരമേഞ്ഞ മേൽക്കൂരയുമുള്ള ഒന്ന്. മുറ്റത്ത് പല നിറമുള്ള ചെണ്ടുമല്ലിയും ബട്ടൺ റോസും കോഴിവാലനും എപ്പോഴും പൂത്തുനിൽപ്പുണ്ടായിരിക്കും. വീടിരിക്കുന്നതിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു വീടുമില്ല. സാലിയുടെ വീട് അനക്സിന് ഒരത്ഭുതമായിരുന്നു. നിങ്ങൾ എങ്ങനെയാ സാലി ഈ മുൾക്കാടിന് നടുവിൽ വീട് വെച്ചത്? ഒരിക്കൽ അവൻ ചോദിച്ചു. ആ ചോദ്യം സാലിയെ അഭിമാന പുളകിതയാക്കി. അവൾ വിശദമായി കഥ പറഞ്ഞു തുടങ്ങി. എൻ്റെ ഈ വീടിരിക്കുന്നത് ഒരു യക്ഷിത്താരയിലായിരുന്നു അനക്സ് മോനെ. വലിയൊരു യക്ഷിപ്പനയുണ്ടായിരുന്നിവിടെ. കൂമുള്ളു ഭാരതിയുടെ താവളം. വലിയ കേമിയായിരുന്നു. ജ്വാലാമാലിനി, ഹാരിതി, മറവങ്കോട് യക്ഷി, കാഞ്ഞിരോട്ടു യക്ഷി തുടങ്ങി പല ദേശത്തുള്ള യക്ഷികളും വന്നു പോകുമായിരുന്ന ഇടം. കടമറ്റത്തച്ഛനെ ഭയന്ന് കള്ളിയങ്കാട്ടു നീലി കുറേ കാലം ഇവിടെയാ കഴിഞ്ഞിരുന്നേ. ഭാരതിയും നീലിയും വലിയ കൂട്ടായിരുന്നു. രണ്ടാളും ചേർന്ന് ഇന്നാട്ടിലെ ചോരയും നീരുമുള്ള ആണുങ്ങളെ എല്ലാം കൊന്നൊടുക്കി. സഹി കെട്ടപ്പോ മഹാകൂടോത്രക്കാരനായിരുന്ന എൻ്റെ മുതുമുത്തപ്പൻ ഇടപെട്ടു. പുള്ളിക്കാരൻ അതികാലെ ചെന്ന് ആ പന വെട്ടിയെടുത്ത് മുഴുത്തൊരു കരിക്കോലുണ്ടാക്കി. എന്നിട്ട് ഉറങ്ങുകയായിരുന്ന യക്ഷികളെ രണ്ടിനെയും കാളകളാക്കി മാറ്റി സന്ധ്യ വരെ നിലമുഴുവിച്ചു. യക്ഷികൾക്ക് മേലനങ്ങി പണിയെടുത്ത് ശീലമില്ലല്ലോ. രണ്ടും തളർന്നു കിതച്ച്, ഞങ്ങളെ വിടടാ കാല, വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നും പറഞ്ഞ് കരച്ചിലായി. കരച്ചിലും കാലുപിടിയും മുറുകിയപ്പോ മുത്തപ്പൻ നീലിയെ തെക്കോട്ടും ഭാരതിയെ വടക്കോട്ടും വിട്ട് ഇവിടെ വീട് വച്ചു. നീലി വാക്കുപാലിച്ചു.
പക്ഷേ ആഫ്രിക്കയിലോ മറ്റോ പോയിരുന്ന ഭാരതി മുത്തപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴും ഇവിടൊക്കെ തന്നെ കറങ്ങുന്നുണ്ടെന്നാണ് വിശ്വാസം. എന്താ തെളിവ്? ഇന്നാട്ടില് കൊച്ചുങ്ങൾ കുറവായത് എന്തുകൊണ്ടാ? അമ്മമാർക്കിടെ ഉള്ളീന്ന് ഭാരതി കുഞ്ഞുങ്ങളെ ചൂഴ്ന്നെടുത്തു തിന്നും. എന്തോരം മനുഷ്യരുടെ തലയോട്ടികളും എല്ലുകളും പല്ലും ഇവിടെ പലയിടത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നറിയാവോ? സാലി ഭീതിയോടെ മന്ത്രിച്ചു. അനക്സ് ചിരിച്ചു. ചിരിക്കണ്ട, പറഞ്ഞത് സത്യമാ. കൊച്ചങ്ങാടിയിലേക്കും കണ്ണോത്തു കവലയിലേക്കും പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാ ആളുകള് ഈ വഴി വരുന്നേ, സാലി തർക്കിച്ചു. എന്നാൽ അതുകൊണ്ട് മാത്രമായിരുന്നില്ല ആളുകൾ ആ വഴി പോയിരുന്നതെന്നും ഒരു കാലഘട്ടം വരെ നാട്ടിലെ പലരുടെയും ഉത്സാഹ കൂടാരമായിരുന്നു ആ വീടെന്നും കടത്തിണ്ണയിൽ ചുരുണ്ടുകിടന്നുറങ്ങുന്ന സിൽക്കമ്മായി സാലിയുടെ അമ്മായിയാണെന്നും അനക്സിനറിയാമായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ സാലിയോട് അവൻ ചോദിച്ചു. എല്ലാ തലമുറയിലും ഓരോ ദുർനടപ്പുകാരികൾ ഉണ്ടാകുമെന്നത് യക്ഷി ശാപമാ. എൻ്റെ അപ്പച്ചൻ്റെ തലമുറയിൽ വെറോണി അമ്മായിക്ക നറുക്ക് വീണത്, സാലി വിഷമത്തോടെ പറഞ്ഞു. അവരെ എന്തിനാ സിൽക്കമ്മായി എന്ന് വിളിക്കുന്നത്? അക്കാലത്ത് അനക്സും സാലിയും 9ലാണ് പഠിക്കുന്നത്. കഥകളും അനുഭവങ്ങളും പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന കാലം. എൻ്റെ അപ്പച്ചൻ്റെ കുട്ടിക്കാലത്ത് ഐമൂട്ടി എന്നൊരു ബ്രോക്കർ വെറോണി അമ്മായിയെയും കെട്ടിയോനെയും ചാവക്കാട്ടേക്ക് കൊണ്ടുപോയി. കെട്ടിയോന് കാജാബീഡി കമ്പനിയിലും വെറോണി അമ്മായിക്ക് കൊച്ചിനെ നോട്ടവുമായിരുന്നു പണി. അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ കെട്ടിയോൻ മതം മാറി കൂടെ പണി ചെയ്യുന്ന ഒരുത്തിയെ കെട്ടി. ആകെ തകർന്ന വെറോണി അമ്മായി അതിൽ നിന്നും കരകയറിയത് വേറൊരു മനോനിലയോടെയാണ്. വേലയ്ക്കു നിന്ന വീട്ടിലെ കുറേ സിൽക്ക് സാരികളും അതിനൊപ്പിച്ചുള്ള തുണികളും അത്തറും മോഷ്ടിച്ച് അവർ പോന്നു. കാറ്റിലാടിയ കളിവഞ്ചി പോലെയായി പിന്നത്തെ ജീവിതം. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സിൽക്ക് സാരികൾ മാറി മാറിയുടുത്ത് അവർ രാത്രികൾ ആഘോഷിച്ചു. കിട്ടുന്ന പണം മുടങ്ങാതെ പൂതക്കുഴിയിലെത്തി അപ്പനമ്മമാരെ ഏൽപ്പിച്ചു. യക്ഷീശാപമുള്ളതുകൊണ്ട് മകളുടെ പോക്കിൽ അവർക്കും ഒരു കുഴപ്പവും തോന്നിയില്ല. പിന്നീട് അമ്മായി യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ തന്നെ കൂടി. ആണുങ്ങൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ അപ്പച്ചൻ വളർന്നു പണിയെടുക്കാനായപ്പോൾ മാനം മര്യാദയ്ക്കാണെങ്കിൽ പെങ്ങൾ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അമ്മായി ഇറങ്ങിപ്പോയി. പിന്നെയാണ് അപ്പച്ചൻ എൻ്റെ അമ്മച്ചിയെ കെട്ടിയത്. ഞങ്ങളെല്ലായ്പ്പോഴും നന്നായാ ജീവിച്ചേ. പക്ഷേ എന്തോരം വെടിപ്പായിട്ടും ഒരു പ്രയോജനവുമില്ല. പേരുദോഷം മാറത്തില്ലല്ലോ. സാലിയുടെ ശബ്ദം പതറി. അനക്സ് പിന്നീട് അതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. 17 വയസ്സുവരെ അനക്സ് നെല്ലിക്കത്തൊടിയിലുണ്ടായിരുന്നു. പിന്നീട് ദുബായിലേക്ക് പോയി. ശേഷം 2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ്റെ കല്യാണം ക്ഷണിക്കാനും ഫിലിപ്പ് അമ്മാച്ചൻ്റെ ശവമടക്കിനും. അപ്പോഴൊന്നും സാലിക്ക് കാണാനും പറ്റിയില്ല. ഈ കാറിനെന്തു പറ്റി? അനക്സ് പലതവണ ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകാത്ത BMW സ്റ്റിയറിങ്ങിനിട്ട് പതുക്കെ ഒരു തട്ടുവച്ചു കൊടുത്തു. വണ്ടി അവിടെ കിടന്നോളും, നമുക്കൊന്നും രണ്ടും പറഞ്ഞു നടക്കാം, നല്ല നിലാവുണ്ടല്ലോ. ഒരു കള്ളച്ചിരിയോടെ സാലി ഡോറ് തുറന്നിറങ്ങി. നിലാവുണ്ടെന്ന പേരേയുള്ളൂ, വല്ല പാമ്പും കിടന്ന അറിയില്ല. എന്തൊരിരുട്ടാ. അനക്സ് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചുകൊണ്ട് ഇരുൾ വീണു കിടക്കുന്ന പാതയിലൂടെ ഒപ്പം നടന്നു. അനക്സ് മോനിപ്പം എവിടാ? എന്തു ചെയ്യുവാ? പിള്ളേരുണ്ടോ? വിശേഷങ്ങളൊക്കെ പറയുന്നേ. ഞാനിപ്പോ ഇസ്രയേലിലാ. ഭാര്യ നേഴ്സ്, 2 ആൺപിള്ളേര്. ഇനി നിന്റെ വിശേഷങ്ങൾ പറ. അനക്സ് അവൾക്കൊപ്പം എത്താൻ വേഗം കൊട്ടി. ഓ, എനിക്കെന്ത് വിശേഷം? വീട്ടിലുള്ളവരെല്ലാം മരിച്ചു. പിന്നെ എൻ്റെ കാര്യം പറയും മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, അനക്സ് ഇപ്പോഴും യുക്തിവാദിയാണോ? പിന്നല്ലാതെ, ഒരു മാറ്റവുമില്ല, അനക്സ് അഭിമാനത്തോടെ പറഞ്ഞു. കഷ്ടം, കോവൂരിനെയും ഇടമറുകിനെയും ഒക്കെ വായിച്ച് തിരിഞ്ഞുപോയ തല നേരെയായിട്ടില്ലല്ലേ? സാലി പരിഹസിച്ചു. നീ പണ്ടത്തെ കൂട്ട് ചുമ്മാ തർക്കിക്കാൻ വരാതെ വിശേഷങ്ങൾ പറ. അനക്സിന് ചെറുതായി ദേഷ്യം വന്നു. സാലി സംസാരം തുടർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചൻ എന്നെ ഒരു അണ്ണാച്ചിയെ കൊണ്ട് കെട്ടിച്ചു. സിനിമാ കൊട്ടകയിൽ ടിക്കറ്റ് ചീന്താൻ നിൽക്കുമായിരുന്നു അങ്ങേര്. എനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ വേറെ വഴിയില്ല. നാട്ടിൽ നിന്ന് നല്ലൊരാലോചനയും വരില്ലല്ലോ. കൂടെ യക്ഷി ശാപവും.
എങ്ങനെയൊക്കെയോ 10 വർഷം കടന്നുപോയി. ഒരു രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലോട്ട് വരും വഴി കൂമുള്ളു ഭാരതി ചേച്ചിയെ കണ്ടു പേടിച്ച് അങ്ങേര് ദേ ഇവിടെ കിടന്നു മരിച്ചു. സാലി റോഡരികത്തെ ഒരു മരോട്ടിയുടെ ചുവട്ടിൽ ഒരു നിമിഷം നിന്ന് അയാളുടെ ശരീരം കിടന്ന വിധം വിവരിച്ചു. ഈ മണ്ടത്തരമൊക്കെ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുമില്ലേലും എന്തോരം വായിച്ചയാളാ. അനക്സിന്റെ മുഖം ഉപ്പുവെള്ളം കുടിച്ച മാങ്ങാ പോലെയായി. ദേഷ്യപ്പെടാതെ എന്റെ കഥ മുഴുവൻ കേൾക്ക്. അങ്ങേര് മരിച്ച ശേഷം ടിക്കറ്റ് ചീന്തുന്ന പണി കിട്ടി. തയ്യലുമറിയാം. ജീവിക്കാൻ അതൊക്കെ ധാരാളമായിരുന്നു. എന്നിട്ടും ഞാനും സിൽക്കമ്മായിയെ പോലെ ആയതിന് കാരണം യക്ഷി ശാപമല്ലാതെ വേറെന്താ? അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാ മൊയ്തുവെന്നൊരാളെ പരിചയപ്പെടുന്നത്. മന്ത്രവാദമറിയാം, വിവാഹം കഴിച്ച യക്ഷി ശാപം മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. ഒറ്റമരമായിട്ട് നിൽക്കുമ്പോഴുള്ള പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ ആണുങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല. അവന്മാരത് പരമാവധി ചൂഷണം ചെയ്യുമെന്നല്ലാതെ തണലോ കുടയോ ഒന്നുമാവില്ല. എനിക്കും അതുതന്നെ സംഭവിച്ചു. കുറച്ചുനാളത്തെ ഉല്ലാസത്തിനു ശേഷം മന്ത്രവാദത്തിനാണെന്നും പറഞ്ഞ് ഒരിടത്തേക്ക് കൊണ്ടുപോയി ആ തെണ്ടി എന്നെ പച്ചയ്ക്ക് കൊന്ന് വേണ്ടതെല്ലാം എടുത്തു. സാലി നടത്തം നിർത്തി. അവളുടെ ശബ്ദം വേദനയിലെരിഞ്ഞു. നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ കൊന്നെന്നോ? നിനക്ക് വട്ടുണ്ടോ? അനക്സ് തമാശ കേട്ടതുപോലെ ചോദിച്ചു. വട്ടല്ല അനക്സ് മോനെ, സത്യം. ഈ ഷോപ്പറിനകത്ത് എന്താണെന്നറിയാമോ? അവന്റെ ശവം. സാലി ഉന്മാദിയായി. ചിരിയും കരച്ചിലിന്റെയും അലർച്ച മാറി മാറി ഉയരുന്നതിനിടെ അവൾ കറുത്തു കൊഴുത്ത രക്തത്തുള്ളികൾ ഇറ്റുവീഴുന്ന ഷോപ്പർ അയാൾക്കു നേരെ തിരിച്ചു. അനക്സ് ഷോപ്പറിലേക്ക് വെളിച്ചം വീശി. ഇതെന്തുവാടി, മൂരിക്കിടാവിന്റെ ഇറച്ചിയോ? അനക്സിന്റെ തണുപ്പൻ ചോദ്യം കേട്ട് സാലിക്ക് വിരളി പിടിച്ചു. നിന്റെ മത്തക്കണ്ണ് തുറന്ന് എന്റെ കാല് നിലത്ത് മുട്ടുന്നുണ്ടോന്ന് നോക്ക്. സാലി റോഡിൽ നിന്ന് 4 ഇഞ്ച് പൊങ്ങി അന്തരീക്ഷത്തിലായി നിന്നു. അനക്സ് അതും ഗൗനിച്ചില്ല. അപമാനവും ദേഷ്യവും കൊണ്ട് ആകെ വിറപൂണ്ട സാലി പെട്ടെന്ന് റോഡരികത്തേക്ക് ചാഞ്ഞു നിന്ന പെരുത്തൊരു മരക്കൊമ്പ് ഒറ്റ കൈകൊണ്ട് ഒടിച്ചിട്ടു. ഭീകര ശബ്ദത്തോടെ തൊട്ടുമുമ്പിൽ കൊമ്പ് വീണിട്ടും അവൾ ഒടിഞ്ഞു വീണ റബ്ബർ കമ്പിന്റെ കുന്തം പോലുള്ള തലപ്പത്ത് കയറി നിന്ന് നൃത്തം ചെയ്തിട്ടും അവന്റെ നിസ്സംഗത മാറിയില്ല. എടാ കോപ്പേ, ഞാൻ യക്ഷിയാണെന്ന് ഇപ്പോഴും നിനക്ക് വിശ്വാസമായില്ലേ? സാലി അലറി. ഒന്ന് പോയേടി, നീ എന്തൊക്കെ മാജിക്കു ചെയ്താലും ഞാൻ വിശ്വസിക്കില്ല. അനക്സ് ചിരിച്ചു. വേണ്ടടാ, വിശ്വസിക്കണ്ട. വിശ്വസിച്ച പലസ്തീനിൽ കൊന്നുതള്ളിയ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രേതവിലാപം നിനക്കു കേൾക്കാനാവും. പിന്നെ ഇസ്രായേലിലോട്ട് തിരികെ പോകാൻ തോന്നത്തില്ല. സാലി ശ്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് മുഖം വീർപ്പിച്ചുകൊണ്ട് കൊമ്പിന്റെ തുഞ്ചത്തു നിന്നും കീഴോട്ടിറങ്ങി വേഗം നടന്നു. എടി, പലസ്തീനിൽ മാത്രമല്ല എല്ലാ യുദ്ധങ്ങളിലും ദുരിതം പേറുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളുമാ. എന്നിട്ടും യുദ്ധങ്ങൾ അവസാനിക്കുന്നുണ്ടോ? ചിന്തിക്ക്. എന്തൊരു ലോകവിവരമുള്ള യക്ഷി! അനക്സ് പരിഹസിച്ചു. സാലി നടപ്പു നിർത്താതെ മൂങ്ങയെപ്പോലെ തല പൂർണമായും അവനു നേരെ തിരിച്ചു. പരിഹസിക്കേണ്ട. ഈ ലോകത്തെ ഞങ്ങൾ എങ്ങനെ കാണുന്നു, അറിയുന്നു. സത്യം, നീതി, ന്യായം എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടെന്ത്? ഇതുവല്ലതും നിനക്കറിയാമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ബോധ്യവുമില്ലാതെയുള്ള നിന്റെ മുട്ടാപ്പോക്ക് വാദങ്ങൾക്ക് ബോധമുള്ള യക്ഷികൾ പുല്ലുവില തരില്ല. സാലി അടക്കിയ ശബ്ദത്തിൽ മുരണ്ടു. കൂമുള്ളുകളുടെ ഉരസലൊച്ചയ്ക്ക് മുകളിൽ അത് പൂതക്കുഴിയിലെ പാറകളിൽ തട്ടി പ്രകമ്പനം കൊണ്ടു. അനക്സിനു ചുറ്റും മുരളുന്ന 1000 സാലിമാർ നിരന്നു. എന്റെ സാലി, ഒന്നുകിൽ നീ മാജിക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് കാര്യമായ മാനസിക പ്രശ്നമുണ്ട്. ചികിത്സ വേണം. അനക്സ് തറപ്പിച്ചു പറഞ്ഞു. നിനക്കാണ് ചികിത്സ വേണ്ടത്. പ്രേതമില്ലെന്നുള്ളതിന് നിനക്കെന്ത് വിശദീകരണമാണുള്ളത്? സാലി തർക്കത്തിനൊരുങ്ങി. പറയാം. പണ്ട് പഠിച്ച ബയോളജിയും ഫിസിക്സും ഓർമ്മയെന്ന് പൊടി തട്ടിയെടുത്തോ. അമ്മയുടെ വയറ്റില് ഏകകോശമായിട്ടല്ലേടി നമ്മൾ ജനിക്കുന്നേ. ആ കോശം പിന്നെ വിഭജിച്ച് ഒത്തിരി കോശങ്ങൾ ഉണ്ടാവുന്നു. കോശപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശക്തിയാ അത്രയും കോശങ്ങളെ, അല്ലെങ്കിൽ ജീവികളെ ചേർത്തു നിർത്തുന്നത്. അതിൻ്റെ ഉള്ളിലെ ബോധമാ അതിനെ ഒരു ജീവിയാക്കി ഏകോപിപ്പിക്കുന്നത്. കോശങ്ങളുടെ ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വയസ്സാകുന്നത്.
അങ്ങനെ കോശങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ശരീരം പ്രവർത്തിപ്പിക്കുവാനുള്ള ഊർജം നിർമ്മിക്കാനാവാതെ നമ്മൾ മരിക്കും. ശേഷം കോശങ്ങൾ വിഘടിച്ച് അഴുകി മണ്ണിലും വായുവിലും ചേരും. ഇതാണ് ജനനവും ജീവിതവും മരണവും. ഇനി നീ പറ, മരണശേഷം പ്രേതാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന്. അനക്സ് സംസാരം നിർത്തി ദീർഘശ്വാസമെടുത്തു. കൊള്ളാം, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്ത് ഇങ്ങനെ ഓരോ മുട്ടാപ്പോക്കും യുക്തിയും പറയാൻ എന്തൊരു മിടുക്ക്. അനക്സേ, ഒരു ദരിദ്രനായ വിശ്വാസിയും വിശ്വാസമില്ലാത്ത ക്രിമിനലും വന്നാൽ നിങ്ങളുടെ പിന്തുണ ആർക്കാണ്? മാത്രമല്ല ദൈവവും പ്രേതവും ഒന്നുമില്ല എന്ന് പറഞ്ഞു നടക്കലല്ലേ നിങ്ങളുടെ ജോലി. അപ്പോ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ? എന്തോ അനക്സ് പിന്നെ തർക്കിച്ചില്ല. മുകളിൽ നിലാവ് ചിലയിടങ്ങളിൽ വിളറിയ തുണിക്കണ്ടം കണക്കെയും ചിലയിടത്ത് മഴമേഘങ്ങൾ മൂടിയും കാണപ്പെട്ടു. കാറ്റിടയ്ക്ക് ഘോര ശബ്ദത്തോടെയും ചിലപ്പോൾ നിശബ്ദമായും വീശി. കുറച്ചുനേരം രണ്ടുപേരും നിശബ്ദരായി നടന്നു. നിന്റെ വീടെത്തിയില്ലേ, ഇനി നീ പൊക്കോ, അനക്സ് പറഞ്ഞു. ഇല്ല, കവല വരെ ഞാനുമുണ്ട്. നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. കണ്ണോത്തുകവലയിലെ പാലയിൽ ചോരക്കൊതിയോടെ കൂമുള്ളു ഭാരതി ചേച്ചി കാത്തിരിക്കുന്ന കാര്യമോർത്തപ്പോൾ അനക്സിനെ ഒറ്റയ്ക്കു വിടാൻ സാലിക്ക് തോന്നിയില്ല. നിലാവും നക്ഷത്രങ്ങളും എത്തിനോക്കാൻ മടിക്കുന്ന വടവൃക്ഷങ്ങൾക്കു കീഴെ കൂമുള്ളു കാടിനിടയിലൂടെ ശതകോടി പരമാണുക്കളുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെ കഥകളെക്കുറിച്ചു സംസാരിച്ചുകൊണ്ട് പഴയ സ്കൂൾ കുട്ടികളെ പോലെ അവർ നടന്നു. വൃക്ഷത്തലപ്പുകളിൽ നിന്നും അലർച്ചയോടെ കീഴെ വന്നലയ്ക്കുന്ന കാറ്റിൽ മൂത്തുവിടർന്ന കൂമുള്ളുകൾ തമ്മിലുരഞ്ഞു. പുള്ളുകളും കുറുനരികളും കരഞ്ഞു. ഇരുണ്ട ഗർത്തങ്ങളിൽ നിന്നും ചോരക്കൊതിയുള്ള കടവാവലുകൾ പറന്നു പൊങ്ങി. മലയാളത്തിൽ നീല വെളിച്ചവും യക്ഷിയും പോലെ എനിക്കിഷ്ടപ്പെട്ട മറ്റു പ്രേതപുസ്തകങ്ങൾ ഒന്നുമില്ല. ഡ്രാക്കുള പോലെയൊന്ന് നമുക്കും വേണ്ടേ? സാലി ചോദിച്ചു. വേണം, നിനക്ക് തിയേറ്റർ പണിക്കും മാജിക്കിനുമിടെ അതുപോലൊന്ന് എഴുതിപ്പിടിപ്പിക്കാമല്ലോ. വേണ്ടതെല്ലാം ഇവിടെ തന്നെയുണ്ടല്ലോ, അനക്സ് കളിയാക്കി. അനുഭവത്തിൽ നിന്ന് എഴുതുമ്പോൾ ശക്തി കൂടും. അനക്സ് മോനെ ചിലപ്പോൾ എഴുതേണ്ടി വരും. സാലി അർത്ഥം വച്ച് ചിരിച്ചു. കവലയിലെ പാലച്ചുവടെത്തിയപ്പോൾ അവൾ നടപ്പ് നിർത്തി. അവിടെ നിന്നാൽ ഫിലിപ്പമ്മാച്ചന്റെ വീടും പരിസരങ്ങളും വ്യക്തമായി കാണാമായിരുന്നു. നിലാവ് പൂമരം പൊഴിച്ചിട്ട പോലെ തട്ടും തടവുമില്ലാതെ പടർന്നു കിടക്കുന്നു. ഇല കാണാത്ത വിധം പാല പൂത്തിട്ടുണ്ട്. സാലിയുടെ കണ്ണുകൾ ഭാരതി ചേച്ചിയെ തിരഞ്ഞു. ഇല്ല, ഇനി ഞാൻ വരുന്നില്ല, അവൾ പറഞ്ഞു. വാന്നേ, നമുക്ക് തർക്കിച്ചു തർക്കിച്ച് ഒരു യാത്ര പോകാം. അനക്സ് മുമ്പോട്ട് കൈവീശി. എങ്ങോട്ട്? നിന്റെ സ്ഥലം എത്തിയല്ലോ. സ്ഥലം എത്തിയെന്ന് നിനക്ക് തോന്നുന്നതാ. യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലം എത്തിയിട്ടില്ല, അനക്സ് പുഞ്ചിരിച്ചു. നീ പോ, ഞാൻ വരുന്നില്ല. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും താനൊരു യക്ഷിയാണെന്ന് അനക്സ് വിശ്വസിച്ചില്ലല്ലോ എന്ന ഇച്ഛാഭംഗത്തോടെ സാലി പറഞ്ഞു. അനക്സ് ഒരു പരിഹാസച്ചിരിയോടെ മുന്നോട്ട് നടന്നു. നിലാവിൽ തല ഉയർത്തിപ്പിടിച്ച് നടന്നു പോകുന്ന അനക്സിനെ നോക്കി സാലി നിന്നു. ശരിക്കും യക്ഷിയും പ്രേതവും ഒക്കെയുണ്ടോ? ഞാൻ തന്നെ ഒരു തോന്നലാണോ? പല ചിന്തകൾ തിരണ്ടിവാൾ കണക്കെ അവളുടെ ഉള്ളിൽ ചുഴറ്റിയടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പൂതക്കുഴിപ്പാറയിൽ നിന്നും ഒരു കാറ്റ് പാല കുലുക്കിയുലച്ച് ആ വഴി വന്നത്. ഭാരതി ചേച്ചിയുടെ വരവാണോ? അനക്സിനെ കടപുഴക്കാൻ പോന്ന ആ കാറ്റിനെ തടുക്കാൻ പാഞ്ഞെടുത്തപ്പോഴാണ് സാലിയുടെ നോട്ടം അനക്സിന്റെ കാലിലുടക്കിയത്. അത് നിലം തൊടുന്നുണ്ടായിരുന്നില്ല. അനക്സ് മോനെ, സാലി പരിഭ്രാന്തിയോടെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവർക്കിടയിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. കൂമുള്ളുകൾ കൂട്ടിയുരസി ശീൽക്കാരങ്ങൾ കേട്ടു തുടങ്ങി. കാണെ അനക്സിന്റെ വലം കൈ വളർന്നു. അവന്റെ ചൂണ്ടുവിരലിൽ ആ കാറ്റ് ഒരു വീട്ടുമൃഗത്തെ പോലെ അടങ്ങുന്നത് അവൾ ഞെട്ടലോടെ കണ്ടു. പേടിയുടെ 17ാം നരകത്തിൽ ചിരിക്കണോ കരയണോ എന്നറിയാതെ തരിച്ചു നിൽക്കുന്ന സാലിയോട് പുഞ്ചിരിയോടെ അനക്സ് പറഞ്ഞു. ഒരു യുക്തിവാദിയാകുക എന്നത് ഒട്ടും എളുപ്പമല്ല. മറ്റൊരു കഥയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.